നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ഇടപഴകുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിയാണ് പ്രാവ്, അല്ലേ? ആ പ്രാവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രാവിനെ വളർത്താമോ, പ്രാവിന്റെ ഇറച്ചി നമുക്ക് കഴിക്കാമോ, പ്രാവ് നമ്മുടെ വീട്ടിൽ വന്ന് കൂടുവെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാനുണ്ടോ, പ്രാവിരുന്ന് കൂകിയാൽ നമുക്ക് എന്തെങ്കിലും അപകടം, കുറുകിയാൽ എന്തെങ്കിലും അപകടം വരാനുണ്ടോ, അങ്ങനെ തുടങ്ങി പ്രാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ മക്കയിലെ പ്രാവുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് തുടങ്ങിയുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഹംദ് പറഞ്ഞ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാവിനെ പറ്റിയാണ്. പ്രാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്ന, നമ്മളിൽ പലരും വളർത്തുന്ന, നമ്മൾ പലരും കണ്ടിട്ടുള്ള, നമ്മൾ പലപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. ഈ പ്രാവിന് ഇസ്ലാമിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് പ്രകൃതിയിൽ ആയിരക്കണക്കിന് പക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. ആ ആയിരക്കണക്കിന് പക്ഷികളിൽ ഒരു പക്ഷിയാണ് പ്രാവ്. പ്രാവ് തന്നെ 300ഓളം തരങ്ങളുണ്ട് എന്നാണ്, 300-ൽ പരം വ്യത്യസ്തങ്ങളായ പ്രാവുകളുണ്ട് എന്നാണ് പഠനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, 500 രൂപ മുതൽ അല്ലെങ്കിൽ 1000 രൂപ മുതൽ കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന പ്രാവുകളെ ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ നമുക്ക് വാങ്ങാൻ കഴിയും, അല്ലേ? വിലപിടിപ്പുള്ള പ്രാവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാവുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രാവെന്ന് പറഞ്ഞാൽ പാല് ചുരത്താൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. പാല് ചുരത്താൻ കഴിവുള്ള പക്ഷിയാണ് പ്രാവ് എന്നുള്ളത്. അത് മാത്രമല്ല, മുട്ടയിടുന്നതിന്റെ 5 ദിവസം മുമ്പ്, മുട്ടയിടുന്നതിന്റെ 5 ദിവസം മുമ്പ് തന്റെ തൊണ്ടയിൽ ഒരു ഗ്രന്ഥിയിൽ അതിന്റെ പാൽ ഉൽപ്പാദിപ്പിക്കും. കുഞ്ഞുണ്ടായാലോ 5 ദിവസം ആ പാല് നൽകുകയും ചെയ്യും. അതാണ് പ്രത്യേകത. 5 ദിവസമേ പാല് നൽകുള്ളൂ. അത് മാത്രമല്ല, ആ പ്രാവുകൾക്ക് 15-20 വർഷം വരെ ദീർഘായുസ് ഉണ്ടെന്നാണ്. 15-20 വർഷത്തിനിടയിൽ ഒരു പ്രാവ് ജീവിച്ചിരിക്കുമെന്നാണ് പഠനം. അങ്ങനെ കൃത്യമായി ആ പഠനങ്ങളുടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഒരു വിനോദം അല്ലെങ്കിൽ സമയം പോകാൻ ഒരു കാര്യം പറഞ്ഞു തരണം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖദ് സൗജ മിൻ ഹമാം, പ്രാവിൽ നിന്നൊരു ജോഡിയെ നീ വളർത്തി, ഒരു ആണിനെ ഒരു പെണ്ണിനെ വളർത്തിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ പ്രാവിനെ വളർത്തൽ അനുവദനീയമാണ്. എങ്ങനെ വളർത്തണം? ഇമാമുനാ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൗഖുൽ ഹമാം എന്ന ഗ്രന്ഥത്തിൽ കാണാം, മുട്ടയ്ക്ക് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി, ശബ്ദം കേൾക്കാൻ വേണ്ടി എന്നിവയ്ക്ക് വേണ്ടി വളർത്തൽ, കൂട്ടിലിട്ട് വളർത്തൽ അനുവദനീയമാണ്. കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതിന് ഭക്ഷണം, അതിന്റെ വെള്ളം, അതിന് പറക്കാൻ കഴിയണം. അങ്ങനെ അതിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അങ്ങനത്തെ രീതിയിൽ ഒരു വീട്ടിൽ പ്രാവിനെ വളർത്തൽ പ്രത്യേകം നല്ലതാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. അതിൽ പ്രാവുകൾ പല കോലത്തിലുണ്ട്. അമ്പലപ്രാവുകൾ, മാടപ്രാവുകൾ, വെള്ളരിപ്രാവുകൾ. ഏത് പ്രാവിനെയും വളർത്താം. വെള്ളരിപ്രാവിനെ മാത്രമേ വളർത്താവുള്ളൂ എന്നൊന്നുമില്ല. ഏത് പ്രാവിനെയും വളർത്താം. വളർത്തുമ്പോൾ അതിനോട് കാണിക്കേണ്ട മര്യാദകൾ, അതിനോട് കാണിക്കേണ്ട ആദരവുകൾ, ഇത് നമ്മൾ പാലിച്ചിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംശയം ഉസ്താദേ, പ്രാവിനെ നമ്മൾ വളർത്തുമ്പോൾ പ്രാവ് നമ്മുടെ വീട്ടിൽ ഒന്ന് കൂടുവെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ കടയിൽ ഷട്ടർ പൊക്കുന്നതൊക്കെ കിടക്കുന്ന ഷട്ടറിന്റെ മുകളിൽ പ്രാവ് കൂടുവെക്കും. നമ്മുടെ വീടിന്റെ എയർ ഹോളുകൾ കൊണ്ടുവന്ന് പ്രാവ് കൂടുവെക്കും. നമ്മുടെ ജനലിന്റെ സൈഡ് ഹോളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കും. അവിടെയൊക്കെ പ്രാവ് കൂടുവെക്കാറുണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രാവ് കൂടുവെക്കൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞതാണ് അധികരിച്ച പണ്ഡിതന്മാരും. അത് ആ വീട്ടിൽ സന്തോഷത്തിന്റെ, റാഹത്തിന്റെ അടയാളമാണ്. അപ്പൊ ചില ആളുകൾ സംസ്ഥാന പ്രാവ് ഇങ്ങനെ വന്നിരുന്ന് വെറുതെ കുറുകും. അപ്പൊ എന്തെങ്കിലും അപകടമാണോ? പ്രാവ് കുറുകുന്നത് നല്ലതാണോ അപകടമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് നമുക്ക് സംശയം ഉണ്ടാവൂലേ? പ്രാവ് കുറുകുമ്പോൾ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നല്ല ശബ്ദമുള്ള പ്രാവിനെ വളർത്തണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാചിൽ നിന്നും തടയാൻ അതിന് കഴിയും. പ്രാവ് കുറുകൽ പൈശാചിക ഉപദ്രവങ്ങളെ തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, പ്രാവ് കുറുകിയ
നമ്മൾ വീട്ടിൽ പൈശാചിക ഉപദ്രവം, കുട്ടികളിൽ കൂടുതലും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്നാണ്. പൈശാചിക ഉപദ്രവങ്ങൾ കുറയും, പ്രത്യേകിച്ച് കുട്ടികളിൽ അത് വലിയ സേഫ്റ്റിയാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം, കളിക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി, മത്സരത്തിന് വേണ്ടി പക്ഷിയെ വളർത്തൽ, പക്ഷിയെന്നല്ല പ്രാവിനെ വളർത്തൽ, പക്ഷിയെ വളർത്തൽ, കോഴിയെ വളർത്തൽ, ഇതെല്ലാം ഹറാമാണെന്ന് നമുക്ക് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രാവിനെ വളർത്തൽ നല്ലതാണ്. കാരണം എന്താ? മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വിർദാൻ എന്ന് പറയുന്ന ഒരു പ്രാവുണ്ടായിരുന്നു എന്നാണ്. ഹയാത്തുൽ ഹയവാനി നോക്കിയാൽ മനസ്സിലാവും, കിതാബിൽ എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങൾക്ക് വിർദാൻ എന്ന പേരുള്ള ഒരു പ്രാവുണ്ട്. അതിന് ചുമന്ന നിറമായിരുന്നു എന്നാണ്. ഇളം ചുമന്ന നിറത്തിൽപ്പെട്ട ഒരു പ്രാവ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമുക്കൊരു സംശയമാണ്, ഉസ്താദെ, പ്രാവിനെ വളർത്താം, കൂട്ടിലിട്ട് വളർത്താം, പ്രാവിന് ഭക്ഷണം കൊടുക്കാം, കുറുകുന്ന നല്ലതാണ്, പക്ഷെ പ്രാവിന്റെ ഇറച്ചി കഴിക്കാമോ? പ്രാവിന്റെ ഇറച്ചി കഴിക്കൽ അനുവദനീയമാണ്. പ്രാവിന്റെ ഇറച്ചി കഴിക്കൽ അനുവദനീയമാണ്, പ്രശ്നമൊന്നുമില്ല. അത് ഏത് പ്രാവാലും പ്രശ്നം തന്നെ. ഇറച്ചിക്ക് വേണ്ടി പ്രാവിനെ വളർത്താം, അത് ഇറച്ചിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറുത്ത് കഴിക്കാം, പ്രശ്നമില്ല. അത് ഹലാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പ്രാവിനെ നമ്മൾ സ്വപ്നം കണ്ടാൽ, പ്രാവിനെ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്താണ്? വിവാഹം കഴിക്കാത്തവരാണ് പ്രാവിനെ സ്വപ്നം കാണുന്നത് എങ്കിൽ വിവാഹം വേഗം നടക്കും എന്നതിൻ്റെ അടയാളമാണ്. വിവാഹം നടന്നവരാണ് പ്രാവിനെ കാണുന്നത് എങ്കിൽ മഹാരഥന്മാർ, ജഅഫർ ബിൻ സ്വാദിഖ് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, സമ്പത്ത് അധികരിക്കും, സമ്പത്തമല്ലേക്ക് വരാനുണ്ട്. പ്രാവ് എന്നത് സമ്പത്തിനെയും ഇണയെയും സൂചിപ്പിക്കുന്നു എന്നാണ് അധികരിച്ച പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെക്കുന്നത്. മറ്റൊരഭിപ്രായം, ആ പ്രാവ് വരൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതിന്റെ അടയാളമാണ് എന്നും കാണാം. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, പ്രാവിന്റെ കണ്ണീര് ശാപമുണ്ട് എന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്നാണ്. പ്രാവിന്റെ കണ്ണുനീരിൽ ശാപമുണ്ട് എന്ന് ഒരു കിതാബിലും ഇല്ല, കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്നറിയില്ല, ഇല്ല എന്നതാണ് ഞാൻ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. ഇനി ഏതെങ്കിലും കിതാബിൽ ഉണ്ടോന്നറിയില്ല. അധികരിച്ച ഞാൻ ചോദിച്ച മൂന്ന് നാല് ഉസ്താദുമാരോട് ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ അതിനൊരു ഉത്തരമായി എൻ്റെ ഉസ്താദുമാർ എന്നോട് പറഞ്ഞു തന്നത്, പ്രാവിന്റെ കണ്ണുനീരിൽ നിന്നല്ല, പ്രാവിന്റെ അല്ല, മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും ജീവജാലങ്ങളുടെ ആയാലും കണ്ണുനീര് ശാപമുണ്ട്. ഒരാളുടെ കണ്ണ് നമ്മൾ കാരണം നിറയാൻ പാടില്ല. അതങ്ങനെയാണ്. നമ്മൾ കാരണം ഒരാൾ വേദനിച്ചാൽ അത് അള്ളാഹുവിന് വലിയ കോപമാണ്, ശാപമാണ്. അതുകൊണ്ട് പ്രാവിനെയെന്നല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു, നമ്മൾ വളർത്തുന്ന പോത്ത്, ആട്, കോഴി, ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. പ്രാവ് കരഞ്ഞാൽ നമ്മൾ ചില ആളുകൾ പ്രാവിന്റെ കുഞ്ഞിനെ എടുത്തു മാറ്റുക, പ്രാവിന്റെ മുട്ട എടുക്കുക, അതൊക്കെ മോശക്കാരിയല്ലേ. പ്രാവ് പ്രസവിക്കും, പ്രാവിന്റെ മുട്ടയിട്ട് മുട്ട വിരിയുമ്പോൾ നമ്മൾ നീ കുഞ്ഞിനെ എടുത്തു മാറ്റും ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയാലോ? അങ്ങനെ മാറ്റാതിരിക്കാനും കൂടി മുൻഗാമികൾ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഹദീസുകൾ അവന്റെ തെളിവുകളില്ല എന്നാണ് പഠനം. ഇൻഷാ അല്ലാഹ് കണ്ണുനീരിൽ ശാപമുണ്ട്. അത് മനുഷ്യൻ്റെതായാലും മൃഗങ്ങളുടേതായാലും ജീവജാലങ്ങളുടെ കരുണ നമ്മുടെ കാണിക്കാൻ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ വളർത്താം. പ്രാവിന്റെ ശബ്ദത്തിന്റെ കുറുകൽ എന്ന് പറയും, കൂകൽ എന്ന് പറയും, അത് ശബ്ദം കേൾക്കൽ ഇബ്ലീസിന് ദേഷ്യമാണ് എന്ന് നമുക്ക് കാണാം. നമ്മൾ മക്കയിൽ ഉംറയ്ക്ക് പോയാൽ മക്കയിൽ ഒരുപാട് പ്രാവുകൾ കാണും. അവിടുത്തെ പ്രാവുകൾ പ്രത്യേകത ഉണ്ട്, കഴുത്ത് നീളമുണ്ട്, പ്രത്യേകിച്ച് ആകൃതികൾ, പ്രത്യേക നിറങ്ങളും ഷെയ്ഡുകളൊക്കെ കാണും. അതിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുക, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സൗർ എന്ന ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അതിനകത്ത് പ്രാവുകൾ മുട്ടയിട്ടു എന്നും അവിടെ ഇരുന്ന് പ്രാവുകൾ കുറുകി എന്നുമാണ്. ശത്രുക്കൾ വന്നപ്പോൾ പ്രാവുകൾ ഒച്ചത്തിൽ കുറുകാൻ തുടങ്ങിയപ്പോൾ അവിടെ അതിൽ കൂടിയ പ്രായമുള്ള ആള് പറഞ്ഞു, പ്രാവ് അവിടെ അടയിരിക്കുന്നുണ്ട് എങ്കിൽ, പ്രാവിന്റെ മുട്ടയുണ്ട്, പ്രാവ് അടയിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ സ്പർശനം അല്ലെങ്കിൽ മനുഷ്യന്റെ ഗന്ധമുള്ളെടുത്ത് പ്രാവ് വരൂല, ഇതിനകത്ത് മനുഷ്യനില്ല, നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് ശത്രുക്കൾ മടങ്ങിപ്പോയി എന്നാണ്. അള്ളാന്റെ റസൂലിനെയും അബൂബക്കർ തങ്ങളെയും രക്ഷിച്ചത് പ്രാവുകളാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാവിനെ ആദരിക്കാം, പ്രാവിനെ ബഹുമാനിക്കണം. നബി തങ്ങളെ രക്ഷിച്ച പക്ഷിയാണ് പ്രാവ് എന്നും ഹദീസുകളിൽ കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് ഉണ്ട്. തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി ദുആ ചെയ്ത് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അത് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീക്ക് തരട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ അറിവ് എന്നാണ് ഈ ചാനലിന്റെ നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. അള്ളാഹു അത് പരിപൂർണമായി വിജയിപ്പിച്ചു തരട്ടെ. പ്രാപമായി ഏകദേശം വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംശയങ്ങളൊക്കെ കമന്റിലൂടെ ചോദിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.